ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ, ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. മോളെ 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 എന്താ എന്താ മമ്മി, എന്താ പറ്റിയേ? കാറെടുത്തേ, നമുക്ക് ഇപ്പൊ തന്നെ കളരിക്കലേക്ക് പോണം. എന്തിനാ? ആ കൃഷ്ണയെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. അവൾ എന്നെ ചതിച്ചു. എല്ലാ കാര്യങ്ങളും അവൾ നവീനോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് എന്റെ നവീനെ അവള് സ്വന്തമാക്കി. മാഡം എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ ആരാ മാഡത്തോട് പറഞ്ഞേ? അത് പിന്നെ സ്വപ്നം കണ്ടതായിരിക്കും അല്ലേ? എന്നിട്ട് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചാണ് ഈ ബഹളമൊക്കെ. മമ്മി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. എനിക്ക് ഇപ്പൊ തന്നെ അവളെ കാണണം. അവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞയക്കണം. സർപ്പശാപം എന്ത് ശാപം കൊണ്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. എനിക്ക് നവീന്റെ കൂടെ നിൽക്കണം. ഈ ഭ്രാന്തൊക്കെ പറയുന്നത് പലവട്ടം വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. മനസ്സിൽ ഓരോന്ന് സങ്കല്പിക്കുക, അതിനനുസരിച്ചുള്ള കാഴ്ചകളൊക്കെ കാണുക, എന്നിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോന്ന്. മാഡം, മമ്മി എല്ലാം സംസാരിച്ചല്ലേ? വ്രതം എടുക്കാൻ കൃഷ്ണ പോകാൻ മാഡം തന്നെയല്ലേ തീരുമാനിച്ചത്? എന്നിട്ടിപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മമ്മിയെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാന്ന് വെച്ചാ സിനിചേച്ചിട്ടേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇനി വിളിച്ചു പറയാനായിട്ട് നിക്കണ്ട കഥ. നാളെ രാവിലെ കൃഷ്ണ വ്രതം തുടങ്ങും. 41 ദിവസത്തെ വ്രതം അവള് പൂർത്തിയാക്കും. അതിനിടയിൽ അവക്ക് എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. 41 ദിവസത്തിന്റെ ഉള്ളില് ശാപത്തിന്റെ പേരില് പാമ്പ് അവളെ കടിച്ചു കൊന്നില്ലെങ്കിൽ അവളെ ഞാൻ കൊല്ലും. മമ്മി നോക്കിക്കോ. ഗാഥ, നിനക്ക് വേണ്ടി എല്ലാം മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു പെണ്ണാവള്. അപ്പൊ ചത്തുപോന്നൊന്നും പറയണ്ട, നിനക്ക് ജീവിച്ച പോരെ. ഈ പൂജാരിക്ക് 41 ദിവസവും ഇവിടെ തന്നെ പൂജ മതിയെന്ന് പറയായിരുന്നില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും പാമ്പ് കുത്തി ചത്തേനെ. ശാപമേൽക്കാൻ 24 മണിക്കൂറൊന്നും ഇവിടെ ഇരിക്കണമെന്നൊന്നുമില്ല. അതിന്റെ ഒരു സമയം ഉണ്ടടി മോളെ.